അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഈ കല്യാണത്തിൻ്റെ പേരിൽ, പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കൂത്തുകൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതിപ്പം വളരെ നാട്ടിൽ സാധാരണ രൂപത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു വിഷയമല്ലാത്ത രൂപത്തിൽ ഇപ്പോൾ നാട്ടിൽ എല്ലാ സ്ഥലത്തും ഈ എൻഗേജ്മെൻറ്റ്, ഈ കല്യാണത്തിൻ്റെ പെണ്ണ് കാണൽ ചടങ്ങ്, പണ്ട് കാലങ്ങളിലൊക്കെ പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറയുമ്പോൾ അതിനൊരു മാന്യത ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസിൽ കണ്ടില്ലേ, എന്തോ ഒരു ആഭാസത്തരമാണ് ഈ കാണിക്കൂട്ടിയത്. എനിക്കൊന്ന് ഈ ചെറുക്കനെ കാണുമ്പോൾ ഒരു വ്ളോഗറും കൂടിയാണ്, മണവാളൻ എന്ന പേരിലുള്ള ഒരു വ്ളോഗറും കൂടിയാണെന്ന് എനിക്ക് തോന്നിയത്. ക്രൈനെ ഉപയോഗിച്ച് ഒരു ഭക്ഷണമാണ് അതിങ്ങനെ ആഭാസത്തിനോടുകൂടി എത്രയോ പാവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൻ്റെ ചുറ്റുഭാഗവും, നമ്മുടെ രാജ്യത്തായാലും അല്ലാതെ മറ്റുള്ള കൺട്രികളിലായാലും പോലും വിശപ്പ് കൊണ്ട് വലയുന്നവർ ധാരാളം പേരുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ മഹലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പല മഹലിലും ഇത്തരം കാര്യങ്ങൾക്കെതിരെ, ഇത്തരം മോശപ്പെട്ട രീതികൾക്കെതിരെ, അല്ലെങ്കിൽ ഇത്തരം ആഭാസങ്ങൾക്കെതിരെ നല്ലൊരു സമീപനം കൈകൊള്ളുന്നവർ ഉണ്ട്. അപ്പോൾ ആ സമീപനം കൈകൊള്ളേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇന്നത്തെ അവസ്ഥ എത്തി എന്നതിന് വലിയൊരു ഉദാഹരണമാണിത്. നിങ്ങൾ നോക്കിയേ, എന്തോ ഒരു ആഭാസമാണ്. പണ്ട് കാലത്തേക്ക് പെണ്ണ് കാണലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു മാന്യത ഉണ്ടായിരുന്നു. അതൊരു ചടങ്ങാണ്, പക്ഷേ അതും ഒരു ബഹുമാനിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ അതിൻ്റെതായ രൂപത്തിൽ മാനിക്കപ്പെടേണ്ട ഒരു സംഗതിയും കൂടിയാണ്. അങ്ങനെ ഒരു സംഭവത്തെയാണ് ഇന്ന് പലപ്പോഴും ഈ ഒരു വിഷയം മാത്രം എടുത്ത് കണ്ടപ്പോൾ ഇത് വല്ലാണ്ട് ഓവറായിപ്പോയി. കാരണം ഈ കാലത്തിൻ്റെ ട്രെൻഡ് എന്ന രീതിയിൽ പലതും കൊണ്ടുവരികയാണ്. ഇന്നത്തെ സമൂഹം ഇങ്ങനൊന്നും ഇല്ലെങ്കിൽ ശരിയാവില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ പറ്റൂ എന്ന രീതിയിലേക്ക് കാലം മാറിപ്പോയി. എല്ലാ സ്ഥലത്തും പല സ്ഥലങ്ങളിലും ഇത്തരം ആഭാസത്തരങ്ങൾ ഏറി വരികയാണ്. പക്ഷേ ഇതിത്തിരി കൂടിപ്പോയോ എന്ന് സംശയം. ഇത്രയും വലിയൊരു എന്താ പറയുക, ഒരു പക്ഷേ ആ കൊണ്ടുവന്ന സാധനം മുഴുവനും കഴിച്ചോണമെന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ വേറും കളിയാക്കും. കഴിക്കുന്ന സാധനമാണ്, ഭക്ഷണമാണ്. അത് മുട്ടായി ആയാലും ചോക്ലേറ്റ് ആയാലും അന്നമാണ്. അതുകൊണ്ട് വാരി തേച്ച് കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് വേറും കളിയാക്കി. അതാ പറയുന്നത്, ഈ തിന്ന് എല്ലിക്കുത്തുമ്പോൾ വരുന്നൊരു സൂക്കേടാണ്. കൊറോണ വന്നപ്പോൾ നമ്മൾ ഒരുപാട് വിഷമിച്ച് പോയി. വീട്ടിൻ്റെ പറമ്പിലും അപ്പുറം ഇപ്പുറമൊക്കെ നമ്മൾ ഓടി. ഈ പറയുന്ന അടക്കം ഓടിയിട്ടുണ്ടാവും, ചക്ക ഉണ്ടോ നോക്കിയിട്ട്. എന്തിനാണെന്നറിയാമോ? വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഓരോ സമയത്തും ഓരോ ദുരന്തങ്ങൾ പടച്ചവൻ പരീക്ഷിക്കുന്നെന്തുകൊണ്ടറിയും. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും വേണം. അതായത് ഇതിൽ തീരെ വിലയില്ലാതാക്കി. ബന്ധങ്ങളുടെ ഇടയിൽ പോലും വിള്ളൽ വരുന്നത് ഒരു പക്ഷേ ഇത്തരം ആഭാസങ്ങൾ കൊണ്ടായിരിക്കാം. എല്ലാ വിശ്വാസങ്ങളിലും ഉണ്ട് അതിൻ്റെതായൊരു പവിത്രത. എല്ലാവരും പറയാറുണ്ട്, ദൈവപ്രീതി എന്ന് പറയുന്ന സാധനം അതെല്ലാവരും ആഗ്രഹിക്കുന്ന സാധനം. അത് ഏത് മതത്തിലായാലും ഏത് മതവിശ്വാസിയുടെ ഇടയിലും കയറി വരുന്ന സാധനമാണ്. മുസ്ലിമിൻ്റെ ആയാലും ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും ഇത്തരം ചടങ്ങുകൾ പവിത്രമാണ്. ഇതിനെ അലങ്കോലപ്പെടുത്തുന്ന രീതി അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. അതേതായാലും എത്ര കൊമ്പത്തുള്ളവരാണ് ശരി, ഇതിനെതിരെയാണ് നമ്മൾ സമൂഹം പ്രതികരിക്കേണ്ടത്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇതിലും വഷളായ രീതിയിലും ഇതിലും വലുതൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഏതായാലും പറയാതിരിക്കാൻ വയ്യ, ഇത്രയൊക്കെ കാണുമ്പോൾ പ്രതികരിച്ചു പോകുന്നതാണ്. ഏതായാലും ഇനിയുള്ള നാളുകൾ ഇതിലും വലുതൊക്കെ കാണാനുണ്ടാകും. എന്ത് തന്നെയാലും നമ്മളെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ പരമാവധി, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, അവനവൻ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ, പെണ്ണിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടുകാർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നത്തിന് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരളവോളം ഇതിന് എന്താ പറയുക, അറുതി ഉണ്ടാകും. പക്ഷേ നമ്മളാരും പ്രതികരിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഏതായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചു പോയി. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവരാ ഒന്നോർത്താൽ നല്ലതായിരിക്കും. ഒരിച്ചിരി എല്ലിൽ കുത്തിന് ശമനുണ്ടാകും
എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും അടുത്ത വീഡിയോസായി കാണാം. അസ്സലാമു അലൈക്കും.